ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ എമ്പുരാന്റെ ടീസർ വന്നിരിക്കുകയാണ്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ പോയി തന്നെ കണ്ട സാധനമാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് ആർടെക് മാളിൽ മോഹൻലാൽ ഫാൻസിന്റെ അവർ ചേർന്നിട്ട് ഒരു ടീസർ ടീസർ തിയേറ്ററിൽ കാണിച്ചു. എൻ്റെ അമ്മ തിയേറ്ററിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ അന്യായ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫാൻസിന്റെ കൂടെ ഇനി ഒരു സാധനം കാണാൻ പറ്റിയത്. ടീസർ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട. കിടിലൻ സാധനം എന്ന് പറഞ്ഞാൽ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാലിന്റെ സിനിമ തിയേറ്ററിൽ എങ്ങനെ കണ്ടോ, അപ്പൊ എന്ത് ഇമ്പാക്ട് നമുക്ക് കിട്ടിയോ, ഈ പുലിപുരിയനെ കണ്ടപ്പോൾ ഉള്ള ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, ആ ഒരു ഇമ്പാക്റ്റ് ആണ് ഈ ഒരു ടീസറിന് 2 മിനിറ്റും 22 സെക്കൻഡും കണ്ടാണ് ആ ഒരു ടീസറിന് കിട്ടിയത്. ഒരു രക്ഷയില്ല. മോഹൻലാലിന്റെ ആ ഒരു സ്വാഗ് എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല. ഒന്നാമത് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഡൗൺ ആയി നിൽക്കുന്ന ഒരു സമയമാണ്. എല്ലാ പടങ്ങളും വർഷങ്ങളായിട്ട് പടങ്ങളെല്ലാം തിയേറ്ററിൽ തരിപ്പണമായി, അതൊന്നും എന്നാ പറയാം, തരിപ്പണമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു ടീസർ ഇത്ര ഓളത്തിന് തിയേറ്ററിൽ പോയി കാണാൻ ആളുണ്ടെങ്കിൽ പടം വന്നുള്ള അവസ്ഥ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമായിരിക്കും ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഒരു രക്ഷയും കാണില്ല. തിയേറ്റർ ഈ മറ്റേ മുമ്പിറങ്ങിയ ഒരു പടത്തിന്റെ ഒരു ബേസിൽ പറഞ്ഞില്ലേ, തിയേറ്റർ കത്തും, തിയേറ്റർ മറ്റേ പൊട്ടിത്തെറിയും എന്നൊക്കെ, ആ ഒരു സാധനം ഇതിൽ വരും. ആ പറഞ്ഞ ഡയലോഗ് ഇല്ലേ, ആ പറഞ്ഞ ഡയലോഗ് ഈ പടത്തിനാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. തിയേറ്റർ കുലുങ്ങും. തിയേറ്ററിന് പുറത്തു നിന്ന് കാണാനാണ് ആഗ്രഹം. തിയേറ്റർ കുലുങ്ങും എന്ന് പറഞ്ഞെങ്കിൽ അത് ഇവിടെ ഒരു 2 മിനിറ്റ് 22 സെക്കൻഡുള്ള ഒരു സാധനം തിയേറ്റർ കുലുക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 2.5 മണിക്കൂറിന് മേളിൽ വരുന്ന ഒരു സിനിമയുടെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. അന്യായ സാധനമായിരിക്കും. ഇതിൽ മോഹൻലാലിന്റെ ഒരു സത്യം പറഞ്ഞാൽ മോഹൻലാൽ നടക്കുന്നതും ആ ഒരു തോക്കെടുക്കുന്ന ഒരു 2-3 സീനുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കുറച്ച് സാധനങ്ങളെ വന്നിട്ടുള്ളൂ ഈ ടീസറാണ് സംഭവം, ടീസറാണ് ശരിയാണ്. പക്ഷെ ആ ഒരു സാധനം ഉണ്ടാക്കിയ ഓളം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധനമായിരുന്നു. അപ്പം അതിലെ മെയിൻ കുറച്ച് മാസ് എലമെന്റ്സ് കൂടി എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ഇട്ടിരുന്നെങ്കിലുള്ള സ്ഥിതി ആലോചിക്കും. ട്രെയിലറിനകത്ത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമായിരിക്കും. സത്യം പറഞ്ഞാൽ രോമാഞ്ചം ഇതുവരെ മാറിയിട്ടില്ല. പോയി കണ്ടിട്ട് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഇത്തവണ 2025 മോഹൻലാൽ ഫാൻസ് തൂക്കുമെന്നുള്ളത് ഉറപ്പാണ്. വേറെ ഒരു മാറ്റവും ഇല്ല. ഈ തുടരും മാറ്റി വെച്ചാൽ സത്യം പറഞ്ഞ ഒരു വിഷമമുണ്ട്. ക്ലിക്ക് ആവുമെന്ന് നമുക്ക് ഏറെക്കുറെ പ്രതീക്ഷയുള്ള, എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയുള്ള ഒരു സിനിമയായിരുന്നു തുടരുമെന്ന് പറഞ്ഞത്. കാരണം വളരെ സൈലന്റ് ആയിട്ട് പറഞ്ഞ ഒരു പടമാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പുറമേ നിന്ന് അറിഞ്ഞൊക്കെ വെച്ചിട്ട് പടം നല്ല രീതിയിൽ ക്ലിക്ക് ആവേണ്ട ഒരു സാധനമാണ്. പക്ഷെ മാറ്റി വെച്ചു, കുഴപ്പമില്ല. അതിന്റെ ഒരു വിഷമം ഈ ഒരു ടീസറിൽ സത്യം പറഞ്ഞാൽ മാറിയിട്ടുണ്ട്. പിന്നെ വേറൊരു കേസ് കേട്ടോ, ഇതിനകത്തൊരു കണ്ടോ എന്ന് അറിഞ്ഞൂടാ, ഞാൻ രണ്ടാമത് വീട്ടിൽ വന്ന് വീണ്ടും ഈ ടീസർ കണ്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റില്ല. അവിടെ കണ്ടതിൽ സൗണ്ടൊക്കെ കുറച്ച് ഡയലോഗുകളൊക്കെ കുറച്ച് ഇതായിട്ടാണ് കേട്ടത്. കാരണം അമ്മാതിരി ഓളമായിരുന്നു തിയേറ്ററിൽ, ബഹളവും ആ ജൈവിളിയും ഒക്കെ കൊണ്ട് ആ ഒരു ഇതായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് ഒന്നുകൂടെ കണ്ടപ്പോഴത്തേക്ക് അതിനകത്തൊരു ഫ്രെയിം ഉണ്ട് കേട്ടോ, സ്പീഡിൽ പോകുന്ന ഒരു ഫ്രെയിമാണ്. അത് കിടില സാധനം. ബാക്കിലൊരു മരം കത്തണ സമയത്ത് ബാക്കിലൊരു മരം കത്തിക്കൊണ്ടിരിക്കുകയാണ്, ആ ഒരു ബാക്കിൽ തീയിട്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സാധനത്തിൽ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളി ആണ്, അത് കറക്റ്റായിട്ട് അറിയാം, മുണ്ട് മടക്കി കുത്തിയാണ് നിൽക്കുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളി നിൽപ്പുണ്ട്. തൊട്ട് പുറകിൽ എബ്രഹാം ഖുറേഷിയുടെ അണ്ണന്മാര് തോക്കും അനുയായികളുമായിട്ട് എബ്രഹാം ഖുറേഷിയുടെ ആളുകളും ബാക്കിൽ നിൽപ്പുണ്ട്. അത് എത്ര പേര് ആ ടീച്ചറിനകത്ത് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞൂടാ. ആ ഒരു സാധനം ഫാസ്റ്റ് കട്ടാണ്. അത് എനിക്ക് തോന്നുന്നു 1 സെക്കൻഡ് അങ്ങനെ പെട്ടെന്ന് പോകണമാണ്. ഞാൻ ഇതിനകത്ത് ആ ഒരു പോസ്റ്റ് ചെയ്ത് ഞാൻ കുറെ നോക്കി ശ്രദ്ധിച്ചു, അതിൽ കണ്ടതാണ് കേട്ടോ. ആ ഒരു സാധനമൊക്കെ തിയേറ്റർ റെഡിയാക്കും, ഉറപ്പിച്ചോ. ഇത് ഇവിടെ കത്തിക്കും. തിയേറ്റർ മാർച്ച് 27 കത്തിച്ചിരിക്കും. ഉറപ്പായിട്ടും തിയേറ്ററിൽ ഹിറ്റ് അടിക്കുമെന്ന് ഏറെ പ്രതീക്ഷയുള്ള ഒരു സാധനമാണ്, ഏറെ പ്രതീക്ഷയുള്ളതാണ്. അതുപോലെ ഹിറ്റ് അടിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു ടീസർ കണ്ടിട്ട് നമ്മളെ പ്രതീക്ഷ. ഭയങ്കര ഹൈപ്പിൽ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ രോമാഞ്ചമൊക്കെ ഒന്നും പോണില്ല. അപ്പൊ ഇനി എന്തായാലും പടത്തിന് വർഷങ്ങൾ ശേഷമാണ് എനിക്ക് ഈ ഒരു ഉള്ളിലെ ഈ മോഹൻലാൽ ഫാൻ എന്ന് പറഞ്ഞൊരു സാധനം കയറി വരണത്. എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പാക്റ്റ് ആയിട്ട് വന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ കുറെ നാളുകളായിട്ട് അറിയാല്ലേ, ഇപ്പോഴാണ് ഒരു ജ്വലിപ്പ് തുടങ്ങിയത്. എന്തായാലും കുഴപ്പമില്ല, പടം വരട്ട്, കണ്ടിട്ട് മാർച്ച് 27 പടം വരും. എബ്രഹാം ഖുറേഷി അവതരിക്കും.